നമസ്കാരം. ഗാസയിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വിശാലമായ കരാറിന്റെ സാധ്യതയും സംബന്ധിച്ച ട്രംപ് ഭരണകൂടം ഹമാസുമായി രഹസ്യ ചർച്ചകൾ നടത്തി വരികയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ ബന്ദികളുടെ മോചനത്തിനായി അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ആദം ബോഹ്ലർ ഏതാനും ആഴ്ചകളായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസുമായി നേരിട്ട് ചർച്ചകൾ നടത്തി വരികയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1997 ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക അവരുമായി നേരിട്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ ചർച്ചയെ വളരെ നിർണായകമായാണ് കാണുന്നത്. ഹമാസുമായി ഇടപഴകാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ഇസ്രയേലുമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നതായാണ് വിവരം. പ്രധാനമായും അമേരിക്കൻ ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്നതിനാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതും ഗാസയുമായി ദീർഘകാല വെടിനിർത്തൽ സ്ഥാപിക്കുന്നതും ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചർച്ചാ വിഷയങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഹമാസുമായി ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയിട്ടില്ലെന്നതാണ് വിവരം. അതേസമയം വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ വൈറ്റ് ഹൗസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച ഖത്തറിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ ചർച്ചയ്ക്കായി വേണ്ടത്ര സഹകരണമില്ലാത്തതിനാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം യാത്ര റദ്ദാക്കിയതായും റിപ്പോർട്ടിലുണ്ട്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തന്ത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഹമാസുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെ വലിയ മാറ്റമാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല. അമേരിക്കയിലെ മുൻ ഭരണകൂടങ്ങൾ മുമ്പ് സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഒരു നടപടിയാണ് ട്രംപ് ഹമാസിനോട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഹമാസിനോടുള്ള നയതന്ത്ര ഇടപെടലുകളും ഗാസ ഏറ്റെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ട്രംപിന്റെ തന്ത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 59 ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 35 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 22 ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇസ്രയേലി ഇന്റലിജൻസ് കണക്കാക്കുന്നുണ്ട്. അതേസമയം മറ്റ് 2 പേരുടെ നില അനിശ്ചിതത്വത്തിലാണ്. ബന്ദികളിൽ 21 വയസ്സുള്ള എഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെ 5 അമേരിക്കക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഗാസ കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായ 42 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അവസാനിപ്പിച്ചത്. ഇതിനിടെ കരാർ നീട്ടാൻ ഹമാസ് സമ്മതിക്കാത്തതിനെ തുടർന്ന് ഗാസയിലേക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ മാനുഷിക സഹായ വിതരണങ്ങളും ഇസ്രയേൽ നിർത്തിവച്ചിരുന്നു. അതേസമയം അമേരിക്കൻ ബന്ദികളെ രക്ഷിക്കാൻ അമേരിക്കൻ പ്രതിനിധി ഹമാസുമായി നേരിട്ട് സംസാരിച്ചതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇസ്രയേലുമായി കൂടി ആലോചിച്ചുവെന്നും അമേരിക്കൻ ജനതയുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്കായി ലോകമെമ്പാടുമുള്ള ആളുകളുമായി സംഭാഷണം നടത്തുന്നത് ശരിയാണെന്നാണ് തങ്ങളുടെ ട്രംപ് വിശ്വസിക്കുന്നതെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ബുധനാഴ്ച പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.